ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് സീരീസിന്റെ 7th ലെസൺ ആണെന്ന്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഓപ്പാമിന്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ പാരാമീറ്റേഴ്സ്, ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ, വോൾട്ടേജ് ട്രാൻസ്ഫർ കർവ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ കോൺഫിഗറേഷൻസ് ഒക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സർക്യൂട്ട്സ് ആണ്. ഞാൻ ഓൾറെഡി ഓപ്പാമ്പിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓപ്പാമ്പ് ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ യൂസിങ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. ഇപ്പൊ അഡിഷൻ, സബ്ട്രാക്ഷൻ, അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ഇങ്ങനെയുള്ള ബേസിക് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പാമ്പ് ആക്ച്വലി ഡിസൈൻ ചെയ്തത്. ഇനി നമ്മൾ അതിലേക്ക് എക്സ്ട്രാ കമ്പോണൻസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ, പാസീവ് കമ്പോണൻസ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ഫിൽട്ടർ ആയിട്ടും ഓസിലേറ്റർ ആയിട്ടും മൾട്ടി വൈബ്രേറ്റർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഈ സർക്യൂട്ട്സ് ഒക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഫസ്റ്റ് പഠിക്കാനുള്ളതാണ് ഇന്നത്തെ ക്ലാസ് ആണ് സമ്മിങ് ആംപ്ലിഫയർ. അപ്പൊ സമ്മിങ് ആംപ്ലിഫയറിന്റെ പേര് കേൾക്കുമ്പോഴേ അറിയാം അത് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? സം എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര ഇൻപുട്ട് കൊടുക്കുന്നു അത്ര ഇൻപുട്ടിനെ ആഡ് ചെയ്തിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക. അപ്പൊ ഇവിടെ നമ്മൾ എക്സാമ്പിൾ ഒരു സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ഈ സർക്യൂട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇൻപുട്ട് കൊടുത്തത്? V1, V2, V3 3 ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് അപ്പൊ എന്തായിരിക്കും? V0 is equal to എന്തായിരിക്കും? V1 plus V2 plus V3 എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഔട്ട്പുട്ട് കിട്ടുക. ഇനി അത് നമുക്ക് ഇൻവേർട്ടിംഗിലേക്കാണോ നോൺ ഇൻവേർട്ടിംഗിലേക്കാണോ കൊടുക്കുന്നത്? നമ്മൾ ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷനിൽ പഠിച്ചിരുന്നു. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു. നമ്മൾ ഇൻവേർട്ടിംഗിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും? ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും, മൈനസ് സൈൻ ഉണ്ടാവും. നോൺ ഇൻവേർട്ടിംഗിലേക്കാണെങ്കിൽ അതേ സെയിം ഇൻ ഫേസ് ആയിട്ടായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. അതേ ഉള്ളൂ ഡിഫറൻസ്. അപ്പൊ ഈ ഒരു സർക്യൂട്ട് ആണെന്ത്? സമ്മിങ് ആംപ്ലിഫയർ. So a circuit whose output is the sum of several input signal is known as summing amplifier. അപ്പൊ ഇവിടെ നമുക്ക് 2 or more ഇൻപുട്ട് ഉണ്ടാവും, 1 ഔട്ട്പുട്ടും ഉണ്ടാവും. നമ്മുടെ എക്സാമ്പിൾ നമ്മൾ എന്താണ്? 3 ഇൻപുട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. V1, V2, V3 3 ഇൻപുട്ട്സ് ആർ ദെയർ. നമ്മൾ R1, R2, R3 ത്രൂ റെസിസ്റ്റർ ആണ് ഇതിലേക്ക് കണക്ട് ചെയ്യുക. ഇതിൽ ഫസ്റ്റ് നമ്മൾ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തത്. സോ ദിസ് വൺ ഈസ് നോൺ ആസ് ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ. ഈ ഡയഗ്രം എന്തിന്റെയാണ്? ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയറിനാണ്. ഇതുപോലെ നമുക്ക് നോൺ ഇൻവേർട്ടിംഗും കണക്ട് ചെയ്യാം. അതെന്താണ്? ഇൻപുട്ട് എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യും? നോൺ ഇൻവേർട്ടിംഗിലേക്ക് കണക്ട് ചെയ്യും. സോ ഇവിടെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് 3 ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ ആകുമ്പോൾ എന്തായിരിക്കും? അവിടെ എന്തുണ്ടാവും? ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. സോ ഒരു ഔട്ട്പുട്ട് സൈഡിന് എന്താണ്? നേരെ ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട് ത്രൂ ഫീഡ്ബാക്ക് റെസിസ്റ്റർ. RF എന്താണ്? ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആണ്. പിന്നെ ഇവിടെ പോസിറ്റീവ് ടെർമിനൽ ആക്ച്വലി ഗ്രൗണ്ടഡ് ആണ്. ബേസിക്കലി എന്താണ്? പോസിറ്റീവ് ടെർമിനൽ ഗ്രൗണ്ടഡ് ആണ്. പിന്നെ ഈ റെസിസ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ലാസ്റ്റ് പറയാം. അപ്പൊ ഇപ്പോഴെന്താണ്? കറന്റ് പോസിറ്റീവ് ടെർമിനൽ ഗ്രൗണ്ടഡ് എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ സർക്യൂട്ട്. ഇവിടെ സമ്മിങ് ആംപ്ലിഫയർ വിത്ത് 3 ഇൻപുട്ട് വോൾട്ടേജസ് V1, V2 ആൻഡ് V3. പിന്നെ 3 ഇൻപുട്ട് റെസിസ്റ്റർ ഉണ്ട്, R1, R2 ആൻഡ് R3. പിന്നെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഉണ്ടാവും, RF. ഇനി നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യാണ് ഓപ്പാമ്പ് ഒരു ഐഡിയൽ കേസാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. പ്രാക്ടിക്കൽ കേസ് നമുക്ക് ലാസ്റ്റ് കൺസിഡർ ചെയ്യാം. ഓപ്പാമ്പ് ഐഡിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഐഡിയൽ പാരാമീറ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? അവിടുത്തെ AOL എന്തായിരുന്നു? ഓപ്പൺ ലൂപ്പ് വോൾട്ടേജ് ഗെയിൻ എന്താണ്? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി ആണ്. അതുപോലെ അവിടുത്തെ ബയാസ് കറണ്ട് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ അതിന്റെ പ്രീവിയസ് ക്ലാസ് നോക്കിയാൽ മതി. ബയാസ് കറണ്ട് എന്താണ്? 0 ആണ്. അവിടുത്തെ കറണ്ട് 0 ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഒന്നും ഉണ്ടാവില്ല. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഇവിടുത്തെ ഈ കോമ്പൻസേറ്റിംഗ് റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും? ഇവിടെ കറണ്ട് 0 ആയതുകൊണ്ട് എന്തായിരിക്കും? ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഈ ഒരു നോഡിന്റെ വോൾട്ടേജ് എന്താണ്? 0 ആണ്. കാരണം ഇവിടെ നമ്മളിപ്പോ ഡയറക്റ്റ് 0 എന്ന് തന്നെ കൺസിഡർ ചെയ്യാണ്. ഈ ഒരു പോസിറ്റീവ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. ഇനി കോമ്പൻസേറ്റിംഗ് റെസിസ്റ്റർ ഉണ്ടെങ്കിൽ തന്നെ ഐഡിയൽ കേസിൽ എന്താണ്? ഇവിടെ ബയാസ് കറണ്ട് 0 ആണ്. സോ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് 0 ആയിരിക്കും. സോ ഇവിടെ 0 ആണ്. ഇനി നമുക്ക് ഒരു കോൺസെപ്റ്റ് പഠിക്കണം, ദാറ്റ് ഈസ് വെർച്വൽ ഗ്രൗണ്ട്. വെർച്വൽ ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഐഡിയൽ കേസാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഐഡിയലി നമ്മൾ എന്താ പറയുന്നത്? ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ഹൈ ഫോർ ഐഡിയൽ ഓപ്പാമ്പ്. അപ്പൊ ഓപ്പാമ്പിന് ഐഡിയൽ കേസിൽ എന്താണ്? ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് റിയലി ഹൈ ആണ്. അവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഒത്തിരി ഹൈ ആണെങ്കിൽ എന്തായിരിക്കും? ദർ ഈസ് നോ കറന്റ് ഫ്ലോ ഇൻ ടു എയ്തർ ഓഫ് ദി ഇൻപുട്ട് ടെർമിനൽ. അതിന്റെ 2 ഇൻപുട്ട് ടെർമിനലിലും ഇൻവേർട്ടിംഗിലും നോൺ ഇൻവേർട്ടിംഗിലും എന്തായിരിക്കും? കറന്റ് ഫ്ലോ ചെയ്യില്ല. കാരണം അവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആണ്. സോ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് അക്രോസ് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ എപ്പോഴും ഓപ്പാമ്പിൽ എന്താ ചെയ്യുന്നത്? അതിന്റെ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ആണ് എടുക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണ് എടുക്കുക. അങ്ങനത്തെ ഡിഫറൻഷ്യൽ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടഡ് എന്നാണ് നമ്മൾ ഐഡിയലി കൺസിഡർ ചെയ്യുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ടഡ് ആണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. അവിടുത്തെ വോൾട്ടേജ് 0 ആണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? ഇവിടുത്തെ ഡിഫറൻഷ്യൽ വോൾട്ടേജ് 0 ആണെന്ന് പറഞ്ഞു.
VD നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഡിഫറൻഷ്യൽ വോൾട്ടേജ് 0 ആണെങ്കിൽ ഇവിടെ ഈ പ്ലസ് ടെർമിനലിലേക്ക് വോൾട്ടേജ് 0 ആണെങ്കിൽ ഈ ടെർമിനലിലെയും വോൾട്ടേജ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. എങ്കിലല്ലേ ഡിഫറൻഷ്യൽ വോൾട്ടേജ് 0 ആവുള്ളൂ, അല്ലേ? ഇതിനെയാണ് വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാരണം നെഗറ്റീവ് ടെർമിനൽ നമ്മൾ ഡയറക്ട്ലി ഗ്രൗണ്ട് ചെയ്തിട്ടില്ല. ബട്ട് നമ്മുടെ ഐഡിയൽ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്? നെഗറ്റീവ് ടെർമിനലിലെയും നോഡിലെ വോൾട്ടേജ് എത്രയാണ്? 0 ആണ്. കാരണം പോസിറ്റീവ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് ഐഡിയൽ കേസിലാണ് നമ്മൾ പറയുന്നത്. ഐഡിയൽ കേസിൽ എന്താണ്? ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആണ്, അപ്പോൾ അവിടെ കറണ്ട് 0 ആണ്, അവിടുത്തെ വോൾട്ടേജ് ഡിഫറൻസ് 0 ആയിരിക്കും. സോ ഒരു ടെർമിനൽ ഗ്രൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ടെർമിനലിന്റെയും നോഡിൽ എന്തായിരിക്കും? 0 എന്ന് തന്നെ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് കോൺസെപ്റ്റ് ഈസ് നോൺ ആസ് വെർച്വൽ ഗ്രൗണ്ട് കോൺസെപ്റ്റ്. അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. വെർച്വൽ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് മീൻസ് എനി പോയിന്റ് ഇൻ എ സർക്യൂട്ട് ദാറ്റ് ഹാസ് 0 വോൾട്ടേജ് ആൻഡ് ഡ്രോസ് നോ കറണ്ട്. അവിടെ കറണ്ട് ഒന്നുമില്ല, വോൾട്ടേജ് 0 ആയിട്ടാണ് നമ്മളൊരു പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആ പോയിന്റിനെ വെർച്വൽ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. കാരണം ഡയറക്ട്ലി നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടില്ല, ബട്ട് നമ്മുടെ ഐഡിയൽ ഓപ്പാമ്പിന്റെ പാരാമീറ്റേഴ്സിന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് എന്താണ്? അവിടെ വോൾട്ടേജ് 0 ആണ്, കറണ്ടും 0 ആണ്. അതാണ് വെർച്വൽ ഗ്രൗണ്ട്. ഇവിടെ ഇനി നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് V1 പ്ലസ് V2 പ്ലസ് V3 നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഇത് കിട്ടുന്നുണ്ടോ നോക്കണമല്ലോ. അതിനവിടുത്തെ വോൾട്ടേജ് ഇക്വേഷൻ ഒക്കെ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ കൺസിഡർ ചെയ്യണം. അപ്പൊ അതിന് ആദ്യം സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു നോഡിനെ നമുക്ക് A എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്ലൈ KCL, കിർച്ചോഫ് കറന്റ് ലോ അറ്റ് നോഡ് A. ഈ നോഡ് എയിലേക്ക് കിർച്ചോഫ് കറന്റ് ലോ അപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുമ്പോൾ അതും കൂടെ മാർക്ക് ചെയ്തേക്കുക. ഇവിടെ ഒരു ഇൻകമിംഗ് കറണ്ട് ഉണ്ട്, ഈ ഒരു ബ്രാഞ്ചിൽ ഒരു കറണ്ട് ഉണ്ട്, ഈ ഒരു ബ്രാഞ്ചിൽ കറണ്ട് ഉണ്ട്, അതുപോലെ ഫീഡ്ബാക്കും ഉണ്ട്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇവിടുത്തെ ഈ ഒരു നോഡിലേക്കുള്ള കറണ്ട് ഏതൊക്കെയാണ്? ഈ 3 ബ്രാഞ്ചിൽ നിന്നും വരുന്നുണ്ട്. നമ്മുടെ ഈ 3 ബ്രാഞ്ചിൽ നിന്നും വരുന്നുണ്ട്, അതുപോലെ ഫീഡ്ബാക്കിൽ നിന്നും വരുന്നുണ്ട്. അപ്പൊ അവിടുത്തെ കറണ്ടിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമ്മുടെ സിമ്പിൾ ഇക്വേഷൻ മതി, I is equal to V/R, അല്ലെ? നമ്മുടെ ഫസ്റ്റ് ഈ ഒരു ബ്രാഞ്ചിലെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ ബ്രാഞ്ചിൽ എന്തുണ്ട്? വോൾട്ടേജ് V1, റെസിസ്റ്റർ R1. അപ്പൊ അതിന് ഇങ്ങനെ എഴുതാം V1/R1 എന്ന് എഴുതാം, അല്ലെ? ഇനി അടുത്ത സെക്കൻഡ് ഒരു ബ്രാഞ്ചിലെ ഇക്വേഷൻ എന്തെഴുതാം? V2/R2 എന്ന് എഴുതാം. തേർഡിൽ എന്തെഴുതാം? V3/R3 എന്ന് എഴുതാം. അവിടെ മൂന്നിടത്തെയും കറണ്ടിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഇവിടെ എന്തുണ്ട്? ഈ ഫീഡ്ബാക്ക് ഉണ്ട്. ഫീഡ്ബാക്ക് കറണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ V/Rന്റെ ഇക്വേഷൻ ഇതാം. V എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. സോ V0 ആണ് വോൾട്ടേജ്. റെസിസ്റ്റർ എന്താണ്? ഈ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ആണ്, RF ആണ്. അപ്പൊ ഈ കറണ്ടിന്റെ എല്ലാ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി നമുക്ക് എന്താണ്? ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. ഔട്ട് ഗോയിങ് കറണ്ട് ഒന്നും ഇല്ല, ഇൻകമിംഗ് കറണ്ട് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻകമിംഗ് കറണ്ടിന്റെ എല്ലാ ഇക്വേഷൻ എഴുതാം. V1/R1 പ്ലസ് V2/R2 പ്ലസ് V3/R3 പ്ലസ് V0/RF. ഔട്ട് ഗോയിങ് ഇല്ല, സോ ഇസ് ഈക്വൽ ടു 0. ഇനി ഇതിൽ നമുക്ക് V0ന്റെ ഇക്വേഷൻ എന്താണെന്ന് എഴുതേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? V0/RFനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ എന്തുവരും? മൈനസ് V0/RF ഇസ് ഈക്വൽ ടു ഈ റിമൈനിങ് ടൈം V1/R1 പ്ലസ് V2/R2 പ്ലസ് V3/R3. ഇനി ഇതിന് V0 കിട്ടാൻ എന്ത് ചെയ്യണം? RFനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്തുവരും? ഈ മൈനസും കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പൊ മൈനസ് RF ഇൻറ്റു V1/R1 പ്ലസ് V2/R2 പ്ലസ് V3/R3. ഇനി RFനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? മൈനസ് ഓഫ് RF/R1 ഇൻറ്റു V1 പ്ലസ് RF/R2 ഇൻറ്റു V2 പ്ലസ് RF/R3 ഇൻറ്റു V3. ഈ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പൊ ഇതാണ് നമുക്ക് ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് നമുക്ക് പറയാം ഔട്ട്പുട്ട് ഈസ് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് എന്ന് പറയാം. കറക്റ്റ് അല്ലേ? നമുക്ക് ഇവിടെ എന്താണ്? V1 പ്ലസ് V2 പ്ലസ് V3 എന്നാണ് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? V1ന്റെ കൂടെ ഒരു ഫാക്ടർ ഉണ്ട്, RF/R1 ഉണ്ട്. V2ന്റെ കൂടെ RF/R2 ഉണ്ട്. V3യുടെ കൂടെ എന്താണ്? RF/R3 ഉണ്ട്. സോ ദിസ് വൺ ഈസ് എന്താണ്? വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട് എന്ന് പറയാം. സോ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് എന്താണ്? ഇറ്റ് ഈസ് വെയ്റ്റഡ് സം ഓഫ് ഇൻപുട്ട്. ഇനി നമുക്ക് V1 പ്ലസ് V2 പ്ലസ് V3 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടണമെങ്കിൽ ഇവിടെ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. അതെന്താണ്? R1 ഇസ് ഈക്വൽ ടു R2 ഇസ് ഈക്വൽ ടു R3 ഇസ് ഈക്വൽ ടു RF എന്ന് കൊടുത്താൽ മതി. അപ്പൊ ഇതെല്ലാം ഈക്വൽ ആണെന്ന് കൊടുത്താൽ എന്തായിരിക്കും? അത് ക്യാൻസൽ ആയി പോയില്ലേ? ഇതെല്ലാം ഈക്വൽ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടും? V0 ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. ഇവിടെ മൈനസ് ഉണ്ടെന്ന് മറക്കരുത്. ഈ മൈനസ് വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇൻവേർട്ടിംഗിലേക്കാണ് ഇൻപുട്ട് കൊടുത്തത്, അതുകൊണ്ടാണ് മൈനസ് വന്നത്. അത് നമ്മൾ ഓൾറെഡി തിയറട്ടിക്കലി പറഞ്ഞു കഴിഞ്ഞു. ഔട്ട്പുട്ട് എന്താണ്? ഇൻപുട്ട് സിഗ്നൽ നമ്മൾ ഇൻവേർട്ടിംഗിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. ഇൻ ഫേസ് ആയിരിക്കില്ല, ഓപ്പോസിറ്റ് ഫേസ് ആയിരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് V1ഉം V2ഉം V3ഉം പോസിറ്റീവ് സിഗ്നൽ ആണെങ്കിലും ഔട്ട്പുട്ട് കിട്ടുമ്പോൾ എന്തായിരിക്കും? മൈനസ് ഓഫ് V1 പ്ലസ് V2 പ്ലസ് V3 ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക.
ഇനി നമുക്ക് ഈ സെയിം സർക്യൂട്ടിനെ തന്നെ ആവറേജ് സർക്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം. അതിന് ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. എന്താണ്? R1 is equal to R2 is equal to R3 is equal to 3RF എന്ന് കൊടുക്കുകയാണെങ്കിൽ 3RF എന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ഒരു 3 വരും. ബാക്കിയെല്ലാം ക്യാൻസൽ ആയിപ്പോട്ട് ഒരു 3 വരും. സോ V1 plus V2 plus V3 by 3 എന്നായിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ എന്താണ്? 3 ഇൻപുട്ടിന്റെയും എന്താണ്? ആവറേജ് എടുത്താണ്. അപ്പൊ സെയിം സർക്യൂട്ടിൽ തന്നെ നമുക്ക് ആവറേജ് എടുക്കാനും യൂസ് ചെയ്യും. അപ്പൊ ഈ സർക്യൂട്ടും അതിന്റെ ഇക്വേഷനും ക്ലിയർ ആയല്ലോ. ജസ്റ്റ് KCL കിർച്ചോഫ് ഓഫ് കറന്റ് ലോ കൊടുത്താൽ മതി. നിങ്ങളതൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തൊന്ന് എഴുതി നോക്കുക കേട്ടോ. നിങ്ങൾ തന്നെ ഷോർട്ട് നോട്ടാക്കി ഡെറിവേഷൻ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഒരു കാര്യം പെൻഡിങ് വെച്ചിരുന്നു. എന്താണ് ആ കോമ്പൻസേറ്റിംഗ് റെസിസ്റ്റർ എന്ന്? നമ്മൾ ഐഡിയൽ കേസിൽ ഇൻപുട്ട് ബയാസ് കറണ്ട് 0 എന്ന് വെച്ചിട്ടാണ് കൺസിഡർ ചെയ്തത്. ബട്ട് പ്രാക്ടിക്കലി നമുക്കറിയാം എന്തായാലും ബയാസ് കറണ്ട് ഉണ്ടാവും. നമ്മൾ 741 ഓപ്പാമ്പിന്റെ ബയാസ് കറണ്ട് ഇത്രയാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ചെറിയൊരു കറണ്ട് അവിടെ ഉണ്ട്. സോ ഇൻപുട്ട് ബയാസ് കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? കോമ്പൻസേറ്റ് ചെയ്യാം. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? കോമ്പൻസേറ്റിംഗ് റെസിസ്റ്റർ യൂസ് ചെയ്യുന്നത്. So in practical circuit, input bias current should be compensated by compensating resistor. അതിനെയാണ് നമ്മൾ R resistor compensatingനെയാണ് COMB എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. R ഇനി ഇതിന്റെ വാല്യൂ എത്രയായിരിക്കും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ടു ഫൈൻഡ് R compensating resistor ആദ്യം നമ്മൾ എല്ലാ ഇൻപുട്ട് 0 എന്ന് കൺസിഡർ ചെയ്യണം. നമ്മൾ ഇൻപുട്ട് ഒന്ന് കൺസിഡർ ചെയ്ത് നമുക്ക് ജസ്റ്റ് കോമ്പൻസേറ്റിംഗ് റെസിസ്റ്ററിന്റെ വാല്യൂ എന്തായിരിക്കണം എന്ന് അറിയണം. അപ്പൊ ഇവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, എഫക്റ്റീവ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്തുണ്ടാവും? ഇവിടെ 3 റെസിസ്റ്റർ ആണുള്ളത്. R1, R2, R3 അത് പാരലൽ ആണ്. അപ്പൊ ഇവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താണ്? Ri is equal to R1 പാരലൽ, R2 പാരലൽ, R3. ഇനി നമ്മൾ കോമ്പൻസേറ്റിംഗ് റെസിസ്റ്റർ എപ്പോഴും എടുക്കുക എത്രയാണ്? ഇവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് പാരലൽ RF ആണ്. അങ്ങനെ പാരലൽ ആയിട്ടാണല്ലോ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. Ri പാരലൽ RF ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി Ri എന്താണെന്ന് അറിയാം. സോ എന്തായിരിക്കും? R1 പാരലൽ, R2 പാരലൽ, R3 പാരലൽ RF. ഇതിന്റെ വാല്യൂ എത്രയാണോ വരുന്നത് അതായിരിക്കും എന്ത്? നമ്മൾ കോമ്പൻസേറ്റിംഗ് റെസിസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അവിടുത്തെ ബയാസ് കറണ്ടിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിനെ കോമ്പൻസേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് സമ്മ് ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. ഈ ഡയഗ്രത്തിൽ ഞാൻ RF മാർക്ക് ചെയ്തിട്ടില്ല, RFും കൂടെ ഉണ്ട് കേട്ടോ. ഇതാണ് സമ്മിങ് ആംപ്ലിഫയർ, ഇതാണ് ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ. നമുക്ക് ഇനി ഇതുപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ പഠിക്കണം. നോൺ ഇൻവേർട്ടിംഗ് ആകുമ്പോൾ എന്താണ്? നോൺ ഇൻവേർട്ടിംഗ് പ്ലസ് ടെർമിനലിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? V1ഉം V2ഉം V3ഉം കൊടുക്കുന്നത്. മൈനസ് ടെർമിനൽ എന്താണ്? ത്രൂ റെസിസ്റ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ RF ഉണ്ട്, ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? നമുക്ക് അതുപോലെ തന്നെ നോക്കണം. അപ്പൊ ഇവിടെ സമ്മർ ദാറ്റ് ഗീവ്സ് എ നോൺ ഇൻവേർട്ടഡ് സം ആണ്. അവിടെ ഇൻവേർട്ടർ ആയിരിക്കില്ല, ആ നെഗറ്റീവ് സൈൻ ഉണ്ടാവില്ല. V0 is equal to V1 plus V2 plus V3 നമുക്ക് കിട്ടും. അതാണ് നോൺ ഇൻവേർട്ടിംഗ് സമ്മിങ് ആംപ്ലിഫയർ. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് അറ്റ് ഇൻവേർട്ടഡ് ടെർമിനലീസ് VA എന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ ഇവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്യുക? നമ്മൾ VA എന്ന് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു സംതിങ് ഒരു വോൾട്ടേജ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുക. അവിടുത്തെ ഒരു ഫീഡ്ബാക്ക് വോൾട്ടേജും വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്, അല്ലെ? ഇവിടേക്ക് ഒരു ഫീഡ്ബാക്ക് ഒരു കറണ്ടും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? 0 എന്നല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു VA എന്ന് കൺസിഡർ ചെയ്യുകയാണ്. നമ്മൾ ഇൻവേർട്ടിങ്ങിന്റെ കേസിൽ എന്താണ്? ഇൻവേർട്ടിംഗ് ടെർമിനൽ ഡയറക്ട്ലി ഗ്രൗണ്ട് ചെയ്യായിരുന്നു. പിന്നെയാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് റെസിസ്റ്ററിന്റെ കേസ് വന്നു. എങ്കിലും അവിടെ അത് ഐഡിയലി 0 എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വെർച്വൽ ഗ്രൗണ്ടിന്റെ കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞത്. പക്ഷെ ഇവിടെ എന്താണ്? VA ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടാവും, ഫീഡ്ബാക്ക് ഒക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ വോൾട്ടേജ് VA ആണ്. ഇൻവേർട്ടിംഗ് ടെർമിനലിൽ VA എന്ന് ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് ടെർമിനലിലും എന്തായിരിക്കും? VA എന്ന് തന്നെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജിനെ VA എന്ന് കൺസിഡർ ചെയ്യുക. ഈ പോസിറ്റീവ് ടെർമിനലിലെ നോഡൽ വോൾട്ടേജിനെ VA എന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ നോഡൽ ഇക്വേഷൻ, നോഡ് എയിലെ ഈ പെർട്ടിക്കുലർ നോഡിന്റെ ഇക്വേഷൻ എഴുതാം, നോഡൽ ഇക്വേഷൻ എഴുതാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ എന്താണ്? ഈ എൻഡിൽ എന്താണ്? V1 ഉണ്ട്, ഇവിടെ VA ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ഇക്വേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? V1 മൈനസ് VA ബൈ അവിടുത്തെ റെസിസ്റ്റർ എന്താണ്? R1. ഇനി അടുത്ത ഈ ഒരു ബ്രാഞ്ചിന്റെ നമുക്ക് എങ്ങനെ എഴുതാം? V2 മൈനസ് VA ബൈ R2. അടുത്ത എന്താ എഴുതാം? V3 മൈനസ് VA ബൈ R3. മനസ്സിലായെന്ന് കരുതുന്നു. അവിടെ നമുക്ക് എന്താണ്? ഈ ഒരു നോഡിൽ VA ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? VA വോൾട്ടേജ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഈ നോഡൽ ഇക്വേഷൻ എഴുതിയത്. അപ്പൊ ഇക്വേഷൻ എഴുതി, ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി ഇതിൽ നമുക്ക് എന്താണ്? VA എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ അതിൽ നമുക്ക് V0 എടുക്കാം. കാരണം ഇതിന്റെ അകത്ത് V0 എന്ന് ഡയറക്റ്റ് ഒരു ടേം വരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ആദ്യം VAയുടെ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. VA എന്ന് പറയുമ്പോൾ എന്താണ്? ആ പെർട്ടിക്കുലർ പോസിറ്റീവ് ടെർമിനലിലേക്ക് ഈ ഒരു ടെർമിനലിലെ വോൾട്ടേജ് എന്താണെന്നുള്ളതാണ് എന്താണ്? VA. അത് എന്താണ്? നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം സ്പ്ലിറ്റ് ചെയ്തെടുക്കുക.
V1 by R1 minus VA by R1, V2 by R2 minus VA by R2, V3 by R3 minus VA by R3. ഇനി ഇതിന്റെ VA യുടെ ടേംസ് എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. എല്ലാം മൈനസ് അല്ലേ, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ആവും. സോ VA by R1 plus VA by R2 plus VA by R3 is equal to മറ്റേടത്ത് എന്തുണ്ട്, V1 by R1 plus V2 by R2 plus V3 by R3. ഇതിന് VA കോമൺ എടുക്കുക. കോമൺ എടുക്കുമ്പോൾ 1 by R1 plus 1 by R2 plus 1 by R3 റൈറ്റ് സൈഡിലെ സെയിം. ഇനി VA കിട്ടാൻ എന്ത് ചെയ്യണം, ഇതിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കിട്ടില്ലേ, നമ്മുടെ ഇക്വേഷൻ എന്താണ്, VA കിട്ടിയത് V1 by R1 plus V2 by R2 plus V3 by R3 by 1 by R1 plus 1 by R2 plus 1 by R3. ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതണം. ഇനി നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഇപ്പൊ ഇതൊന്നും ഇപ്പൊ ഇനി കൺസിഡർ ചെയ്യേണ്ട, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇവിടെയുള്ള വോൾട്ടേജ് എന്താണെന്ന് VA എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ സർക്യൂട്ട് ഇപ്പൊ കാണാൻ എങ്ങനെയുണ്ട്, ഇതൊരു ഓപ്പാമ്പ് ആണ്, മൈനസ് പ്ലസ് ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു. നമ്മൾ എന്താണ് VA എന്നാണ് നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നത്. അത് ആ 3 ഇൻപുട്ട് കൊടുത്തതിന്റെ ഇപ്പോ നമ്മൾ അവിടെ എത്രയായിരിക്കും VA എന്നുള്ളടത്ത് വോൾട്ടേജ് എന്ന് കൺസിഡർ ചെയ്തു. പിന്നെ ഇതെന്താണ്, ഗ്രൗണ്ടഡ് ആണ്. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇൻപുട്ട് റെസിസ്റ്റർ ഉണ്ട്, R ഉണ്ട്, പിന്നെ ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഉണ്ട്, എന്ത് RF ഉണ്ട്. ഓക്കെ, ഇതെന്താണ് ആക്ച്വലി, ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ പഠിച്ചിട്ട് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നമ്മൾ ഓൾറെഡി ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻ ആണ് പഠിച്ചത്. ക്ലോസ് ലൂപ്പ് ആണെങ്കിൽ ഇങ്ങനെയാണ്, പ്ലസിലേക്ക് എന്താണ് ഒരു ഇൻപുട്ട് സിഗ്നൽ വരുന്നു, മൈനസ് എന്താണ് ത്രൂ റെസിസ്റ്റർ ഗ്രൗണ്ടഡ് ആയിരിക്കും, ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഉണ്ടാവും. ഇത് നോൺ ഇൻവേർട്ടിംഗ് ആണ്. നോൺ ഇൻവേർട്ടിംഗിന്റെ ഗെയിൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, എന്താണ് V0 is equal to A into Vin ആണ്, ഗെയിൻ ഇൻറ്റു Vin ആണ്. നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ കിട്ടിയ എന്താണ്, V0 is equal to 1 plus RF by Rin into Vin. ഇതാണ് നമ്മുടെ നോൺ ഇൻവേർട്ടിങ്ങിലുള്ള എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ. നമ്മൾ നോൺ ഇൻവേർട്ടിങ്ങിന്റെ ക്ലോസ് ലൂപ്പ് കോൺഫിഗറേഷനും അടുത്ത ക്ലാസ്സിനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ എന്താണ്, 1 plus RF by Rin by Vin. അപ്പൊ ഇവിടെ Rin എന്നില്ല, ഇവിടെ R എന്നേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് എന്താണ്, V0 is equal to 1 plus RF by R into ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ എന്താണ്, നമ്മൾ VA ആണ്, VA എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ ഈ ഒരു കോൺസെപ്റ്റിൽ എഴുതാം, V0 is equal to 1 plus RF by R into VA ആണ്. അതാണ് എഴുതിയിരിക്കുന്നത്. ഓപ്പ്-ആമ്പ് ആൻഡ് 2 റെസിസ്റ്റേഴ്സ് RF and R constitute a നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. അപ്പൊ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഓപ്പൺ ലൂപ്പ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്ലോസ് ലൂപ്പും പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് സർക്യൂട്ട് വരിക, ഇക്വേഷൻ അതാണ് വരിക. V0 is equal to 1 plus RF by R into VA. VA നമുക്ക് ഓൾറെഡി അറിയാം, VA എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് V0 ന്റെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് V1 plus V2 plus V3 എന്ന് കിട്ടണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മതി. എന്താണ്, R1 is equal to R2 is equal to R3 is equal to RF by 2. RF by 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, ഇതെല്ലാം ക്യാൻസൽ ആയി പോയി V1 plus V2 plus V3 എന്ന് കിട്ടും. ഇപ്പൊ ഇവിടെ നോൺ ഇൻവേർട്ടിംഗ് ആയതുകൊണ്ട് നമുക്ക് മൈനസ് സൈൻ ഒന്നും വരുന്നില്ല, പ്ലസ് സൈൻ തന്നെയായിരിക്കും കിട്ടുക. നിങ്ങൾക്ക് സമ്മിങ് ആംപ്ലിഫയർ മനസ്സിലായല്ലോ. അപ്പൊ ഇത് എപ്പോഴും LICയിലെ സർക്യൂട്ട് പഠിക്കുമ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് പഠിക്കുക, വെറുതെ അങ്ങ് കാണാണ്ട് പഠിക്കരുത്. ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ ആകുമ്പോൾ ഇൻവേർട്ടിംഗിലേക്കാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്, നോൺ ഇൻവേർട്ടിംഗ് കോൺഫിഗറേഷൻ ആകുമ്പോൾ നോൺ ഇൻവേർട്ടിംഗിലേക്കാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. എപ്പോഴും ഓപ്പാമ്പ് വരയ്ക്കുമ്പോൾ ആ പ്ലസും മൈനസും സൈൻ ഒക്കെ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. പിന്നെ നമുക്ക് ആക്ച്വലി ഓപ്പാമ്പിന്റെ സിമ്പിളിൽ ഈ V പ്ലസ് V മൈനസും കൂടെ ഉണ്ട്. ഇവിടെ വോൾട്ടേജ് പോസിറ്റീവ് സപ്ലൈ മൈനസ് സപ്ലൈ ഒക്കെ ഉണ്ട്. അത് നമ്മൾ സർക്യൂട്ടിൽ വരച്ചിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സിമ്പിൾ ആയിട്ട് അങ്ങ് വരച്ചതേ ഉള്ളൂ. ഈ സർക്യൂട്ട്സ് വരച്ച് ഇക്വേഷൻ എഴുതുക, ഈ ഡെറിവേഷൻ എഴുതുക. അപ്പൊ നമുക്ക് ഇനിയുള്ള എല്ലാ സർക്യൂട്ട്സും ഇങ്ങനെ തന്നെയാണ് പഠിക്കാറുള്ളത്. എപ്പോഴും ഒരു കോൺസെപ്റ്റില് കാര്യം ലോജിക്ക് മനസ്സിലാക്കി വേണം LICയുടെ സർക്യൂട്ട് പഠിക്കാൻ. അല്ലെങ്കിൽ ഇഷ്ടംപോലെ സർക്യൂട്ട് ഉണ്ട്, ഇതെല്ലാം കൂടെ ബൈഹാർട്ട് ചെയ്യാനാണെങ്കിൽ അവസാനം ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു മൈനസും പ്ലസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ തന്നെ സർക്യൂട്ടിന് കംപ്ലീറ്റ്ലി 0 മാർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് 2 മാർക്ക് കൊണ്ട് അസൈൻ ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നെങ്കിൽ ആ ഒരു ആൻസർ കീയിൽ കൊടുത്തിട്ടുണ്ടാവും. ആ 2 മാർക്കും കംപ്ലീറ്റ്ലി പോകും, ഒരു 1/2 മാർക്ക് പോലും കിട്ടില്ല. നിങ്ങളൊരു മൈനസും പ്ലസും മാറ്റി വരച്ചാൽ, കാരണം ഒരു മൈനസും പ്ലസും മാറ്റി വരയ്ക്കുമ്പോൾ ഇക്വേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആവുകയാണ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചു വരയ്ക്കുക. അപ്പൊ നിങ്ങൾ LIC പഠിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ചാനൽ ലിങ്ക് ഷെയർ ചെയ്യുക. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.